സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ന്യായീകരണം നടത്തിയതിന് തൊട്ടുപിന്നാലെയായിരുന്നു യെച്ചൂരിയുടെ വിശദീകരണം. ഇതോടെ ഈ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ തമ്മിലുള്ള ഭിന്നത മറനീക്കി പുറത്തുവന്നു. വിജയരാഘവന്റെ ഭാഗത്തു നിന്ന് ജാഗ്രത കുറവുണ്ടായതായി വനിതാ കമ്മീഷൻ അധ്യക്ഷ ജോസഫൈനും പറഞ്ഞു. അതോടെ മുന്നണിയും പാർട്ടിയും കൂടുതൽ പ്രതിരോധത്തിലായി. വിജയരാഘവന്റെ പ്രസംഗത്തിൽ പിഴവ് പറ്റിയിട്ടുണ്ടോ എന്ന് പാർട്ടി അന്വേഷിക്കണമെന്നും യെച്ചൂരി കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. സ്ത്രീപക്ഷ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ല. വിജയരാഘവന്റെ പ്രശ്നത്തിൽ കേന്ദ്ര നേതൃത്വം ഇടപെടേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ മറ്റൊന്നും ചർച്ച ചെയ്യാനില്ലാത്തതിനാലാണ് UDF ഇക്കാര്യം ഊതിപ്പെരുപ്പിക്കുന്നതെന്ന് LDF സ്ഥാനാർത്ഥി PK ബിജുവും ന്യായീകരിക്കുന്നു. അതേസമയം ഇടതനുഭാവിയായ എഴുത്തുകാരി J ദേവകിയും ഇടത് ചിന്തകനായ സുനിൽ P ഇളയിടവും ശക്തമായ ഭാഷയിലാണ് വിജയരാഘവനെതിരെ പ്രതികരിച്ചത്. കൂടെയുള്ളവർ തന്നെ തിരിഞ്ഞതോടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിവാദം ചർച്ച ചെയ്യും. ആലത്തൂരിൽ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ടും തുടക്കം മുതൽ LDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്ന നീക്കമാണ് പലരുടെയും ഭാഗത്തു നിന്നുണ്ടായത്. അധികം അറിയപ്പെടാത്ത നേതാവായിരുന്ന രമ്യ ഹരിദാസിന് ഇത്രയും വലിയ ജനപിന്തുണയും പബ്ലിസിറ്റിയും നൽകിയത് പാർട്ടി അനുഭാവിയായ ദീപ നിശാന്തും കൺവീനർ വിജയരാഘവനുമാണെന്നാണ് പ്രവർത്തകരുടെ വികാരം. പ്രചരണത്തിനിടെ പാട്ടുപാടിയ രമ്യയെ വിമർശിച്ച് ദീപ നിശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടെയാണ് രമ്യ താരമായത്. പാട്ടുപാടി ജയിക്കാൻ ഇത് ഐഡിയ സ്റ്റാർ സിംഗർ അല്ലെന്നും അമ്പല കമ്മിറ്റി തിരഞ്ഞെടുപ്പല്ലെന്നുമാണ് ദീപ പോസ്റ്റിട്ടത്. ദീപയ്ക്കെതിരെ വിമർശനവുമായി പൊതുസമൂഹവും രംഗത്തെത്തിയിരുന്നു. എന്നാൽ രമ്യ അതിനെ വളരെ തന്ത്രപരമായാണ് നേരിട്ടത്. ദീപ ടീച്ചറുടെ കുടുംബത്തിന്റെ വോട്ട് എനിക്കാണെന്നും ടീച്ചറുടെ വോട്ട് വേണമെന്നും രമ്യ പറഞ്ഞു. അതോടെ ഇടത് നേതാക്കൾ ദീപ നിശാന്തിന് താക്കീത് നൽകിയെന്നാണ് സൂചന. ദീപയുടെ പോസ്റ്റും കൺവീനറുടെ പ്രസംഗവും തിരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യുമെന്ന് CPI-ലടക്കം അഭിപ്രായ വ്യത്യാസമുണ്ട്. വിജയരാഘവൻ സ്വന്തം മകൾക്കെതിരെ ഇത്തരത്തിൽ പരാമർശം നടത്തുമോ എന്ന് രമ്യ ചോദിച്ചതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ്. വിജയരാഘവനെതിരെ ചെന്നിത്തല നൽകിയ പരാതി അന്വേഷിക്കാൻ തൃശൂർ IGക്ക് DGP നിർദ്ദേശവും നൽകി. പോലീസ് അന്വേഷണത്തിൽ കാര്യമായ നടപടികൾ ഉണ്ടാകില്ല. എന്നാൽ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ആലത്തൂരിൽ മാത്രമല്ല മറ്റു മണ്ഡലങ്ങളിലും തിരിച്ചടിയാകുമെന്ന പ്രസ്താവനയാണ് ഉണ്ടായിരിക്കുന്നത്. മാപ്പ് പറഞ്ഞ് തടിയൂരേണ്ടതിന് പകരം ന്യായീകരിച്ച് കുളമാക്കാനാണ് പല നേതാക്കളും ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം പൊന്നാനിയിലെ പൊതുയോഗത്തിലാണ് വിജയരാഘവൻ രമ്യ ഹരിദാസിനെതിരെ അശ്ലീല പരാമർശം നടത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.